ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോകണം. ഒരുത്തരാണ്ട് അങ്ങുണ്ട് കേക്കും കൊണ്ട് പോകുന്നുണ്ട്. അപ്പം ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, ഒരു കേക്ക് കട്ടിങ്. അപ്പോൾ ഹാഫ് സെഞ്ച്വറിയിലോട്ട് അടുത്തിരിക്കുന്ന എൻ്റെ ഇന്നത്തെ കേക്ക് കട്ടിങ് ഒരു വെറൈറ്റി കേക്ക് കട്ടിങ് ആണ്. വഴിയെ കാണാം. ഓക്കെ, ഇതാ കാറാണ്ട് അങ്ങ് പാർക്ക് ചെയ്തിരിക്കുക. അത് റോഡാണേ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങോട്ട് നടന്ന് ആ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുകയാണ്. ഇതുണ്ടോ വ്യൂ കണ്ടോ, നല്ല അടിപൊളിയല്ലേ എന്ന് ചോദിക്കും. പക്ഷെ കൊതുകാണ്, വേസ്റ്റാണ്. ഇവിടെ ഇത് മുകളിൽ റോഡാണ് കേട്ടോ. ആൾക്കാരൊക്കെ അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അവിടെ ഒരുത്തൻ കേക്കുമായിട്ട് നിൽക്കുന്നു. ഇതാറാണ് കേട്ടോ, ഈരേക്കടവ് പാലമാണ് ആ കാണുന്നത്. പാലത്തിൻ്റെ അവിടുത്തെ ആറാണ്. അതെ, ആ വ്യൂ കണ്ടോ, സൂപ്പർ വ്യൂ കണ്ട. എടാ പാമ്പോ വീമ്പോ ഒക്കെ കാണുവാടാ, പേടിയാകുക കണ്ട. കുഞ്ഞ അവനവിടെ പോയടാ, എങ്ങോട്ട്? ഇതാണ് ഇവിടെ ആണ് നമ്മളിന്ന് കേക്ക് കട്ട് ചെയ്യാൻ തിരഞ്ഞെടുത്ത സ്ഥലം. ഇന്നിവിടെയാണ് അല്ലേ അച്ചു? എങ്ങനെയുണ്ട്, ഒരു വെറൈറ്റി അല്ലേ കേക്ക് കട്ടിങ് കേട്ടാ? വലിയ കേക്കൊന്നും അല്ല കേട്ടോ, സാധാരണ ഒരു കേക്ക്. അപ്പോൾ ഇവിടെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കൊക്കെ കൊടുക്കും. അപ്പോൾ കേക്ക് കട്ടിങ്ങിലോട്ട് നമുക്ക് പോവാം. ഇല്ലല്ലോ, ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. എന്നാ ഭംഗിയാന്ന് നോക്കി. ഓ അടിപൊളി, സൂപ്പർ. ഇവിടെയൊക്കെ വേസ്റ്റൊക്കെ എടുത്ത് ഇട്ടിട്ടൊക്കെ വൃത്തികേടായിട്ട് കിടക്കുക കേട്ടോ. എന്നെ രസമല്ലേടാ കാണാൻ. നമ്മൾ മേളിൽ നിന്ന് കണ്ടിട്ടുള്ളൂ. പായൽപ്പൂ നമ്മളവിടെ മേളിൽ നിന്നാണ് നടക്കാനൊക്കെ വന്നിട്ട് ആ വ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അടിപൊളി. എന്തിനാ അമ്മയ്ക്ക് കൈയൊക്കെ എത്തും? അവിടെ എത്തി വലിയ നോക്കുന്നതൊക്കെ. ആദ്യം കട്ട് ചെയ്യുന്ന സമയമാട്ടെ, വരട്ടെ. അല്ല, ഈ താഴെ കൂടെ നടക്കുന്നതാണ് കണ്ടോ? ഇവിടെ താറാവുങ്ങൾ വേണം, അതിനൊക്കെ കൊടുക്കാം. ആ വേണ്ട വേണ്ട വേണ്ട, അയ്യോ അതെല്ലാം വിഷാംശമായി. നമ്മൾ കട്ട് ചെയ്തോ? ഹാപ്പി ബർത്ത്ഡേ രഞ്ജു. ഓ ഹാപ്പി ബർത്ത്ഡേ ടു മീ. അപ്പോൾ ദൈവം എനിക്ക് ഇതുവരെ ആയുസ്സും ആരോഗ്യവും നല്ല രീതിയിൽ നടത്തിയതിന് ഞാൻ സർവശക്തനായ ഭഗവാനോട് നന്ദി പറയുകയാണ്. ഹാഫ് സെഞ്ച്വറി ഏകദേശം അടുക്കാറായി, കറക്റ്റ് വയസ്സൊന്നും പറയുന്നില്ല. അപ്പോൾ എന്നെ ഇന്ന് ഒരുപാട് പേര് വിഷ് ചെയ്തു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വിഷ് ചെയ്തു. അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീട്ടിൽ വെച്ച് കേക്ക് മുറിക്കാത്തത്. കാരണം എല്ലാവർക്കും വേണ്ടി, എല്ലാവരും എൻ്റെ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ള ഒരു സങ്കല്പത്തിൽ ഞാൻ കേക്ക് മുറിക്കുകയാണ്. ഇതിലെ ഓരോ പീസും അവർക്കുള്ള എൻ്റെ സ്നേഹമാണ്. കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കാണും, അപ്പോൾ അവർക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായി. അപ്പോൾ മുറിക്കട്ടെ. ഇതിൻ്റെ ഇവിടെ അല്ലേടാ മുറിക്കുന്ന സാധനം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ രഞ്ജു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി എടുക്കാം. കൈ നല്ല അതുകൊണ്ട് എടുത്തോ, നീ എടുത്തോ. നമുക്ക് ഇത്ര തന്നാൽ മതി. ആദ്യം നിങ്ങൾ കാണിക്കും. കൈ നല്ലതാണോ? അത് സാരമില്ല, എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ മക്കൾ എൻ്റെ കൂടെ അങ്ങോളം. അവൻ എനിക്ക് തരട്ടെ. ഇതാരെങ്കിലും പിടി. മക്കൾ തരും. അയ്യോ അങ്ങനെ പിടിച്ചാൽ പോരാ, കാണൂ. അവൻ തിന്നിട്ട് എടുക്കൂടാ, അത് കട്ടാക്കിയാൽ മതി. അതിന് നീ എടുക്കുക. എടുക്കോ, വീഡിയോ എടുത്തോണ്ടിരിക്കുക. നീ എടുക്കും. എടുത്ത് എനിക്കാകില്ല. വാ ഒളിച്ച് വെച്ചൊരു കൂടിപ്പോയി അല്ലേ? പണ്ട് എങ്ങനെയാണ്. അപ്പം
എൻ്റെ കുഞ്ഞിനെല്ലാവിധ ആയുസ്സും ആരോഗ്യവും കൊടുക്കട്ടെ. ഇനി ഇങ്ങോട്ടും ഉണ്ട്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. ഈ ഒരു കേക്ക് പീസ്, ഈ ഒരു പീസ് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും, എൻ്റെ അമ്മയ്ക്കും, എൻ്റെ കൂടപ്പുറപ്പിനും, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ സ്നേഹിക്കുന്ന. അവർക്കെല്ലാം കൂടിയാണ് ഈ കേക്ക്. എൻ്റെ FB സുഹൃത്തുക്കൾക്കും, എൻ്റെ വാട്സപ്പ് സുഹൃത്തുക്കൾക്കും, എൻ്റെ ഇൻസ്റ്റാഗ്രാം സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഞാൻ ഇതിൽ നിന്നൊരു ബൈറ്റ് ചെയ്യുകയാണ് കേട്ടോ. ലവ് യു. ഇതെൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ലവ് യു ഗൈസ്. ഓൾറെഡി ഇച്ചിരി തിന്നു അതെ മധുരമില്ല അല്ലേ? വളരെ കുറച്ച് മധുരം, നല്ല കേട്ട ഹണിയല്ലേ. ആ തേനാണ് അതിലെ മധുരം. ആടെ തെങ്ങ തേച്ച് വേസ്റ്റ് ഇടാനായിട്ടൊരു കൂടും എടുക്കും. എന്നാന്ന് വെച്ചാൽ വഴിയിലൊന്നും വേസ്റ്റ് ഇടാൻ പറ്റത്തില്ല. എൻ്റെ എപ്പോഴും ടിഷ്യൂ ഉണ്ട്. ഞാൻ ടിഷ്യൂ ഓക്കെ